കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനായിട്ട് നമ്മളാകെ കൂടെയൊക്കെ ഒരു അങ്കലാപ്പ് ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പേരൻ്റ് ആകുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു ജേണിയാണ്, അതൊരു ഇവൻ്റൊന്നും അല്ല. ആരും ഇതിൽ മാസ്റ്ററായിട്ടൊന്നും അല്ല വരുന്നത്. എല്ലാവർക്കും ഒരു നല്ല പേരൻ്റ് ആകാൻ സമയമെടുക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടായിരിക്കും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മളിതിലൊക്കെ ഒന്ന് എക്യുപ്ഡായി വരുന്നത്. അതിനൊന്നും കുഴപ്പമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ കഴിയുന്നത്ര പേരൻറ്റിങ് കുട്ടിയോടൊപ്പം, കുട്ടി വളരുന്നതോടൊപ്പം നിരന്തരമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും നമ്മുടെ കുട്ടിക്ക് ചേരുന്ന ഒരു പാരൻറ്റിങ്ങിലേക്ക് എത്തിച്ചേരാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഈഗോ ഒക്കെ വെടിയുക, കോംപ്ലക്സ് ഒക്കെ വെടിയുക, നമ്മൾ ഒരു നല്ല ലേണറാകുക. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല പേരൻ്റ് ആകാൻ പറ്റും. എങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല പേരൻ്റ് ആയി മാറാൻ പറ്റും, എങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സന്തോഷമുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ കുറച്ചൊക്കെ ഒരു പ്രിപ്പയർഡ്നെസ്സൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ച് പേരൻ്റ് ആകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അവരിലൊരു കാര്യക്ഷമത വേണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് യുവജനങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്കെല്ലാം വളരെ ഈസി ആയിട്ട് കിട്ടിയും വളരെ എഫേർട്ട്ലെസ്സായിട്ട് ജീവിച്ചുമൊക്കെ വരുന്നത് കൊണ്ട് ഈ പാരൻറ്റിങ് പലപ്പോഴും ഒരു ടാസ്ക്കായിട്ട്, ഒരു ടഫ്നെസ്സായിട്ട് പലർക്കും തോന്നാറുണ്ട്. പക്ഷേ കാര്യമില്ല. നമ്മളൊക്കെ വളർന്നത്, അല്ലെങ്കിൽ നമുക്ക് മുമ്പുള്ള ജനറേഷനൊക്കെ വളർന്നത് അതിൻ്റെ പുറകിലൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ കുറച്ച് റെസ്പോൺസിബിളായിട്ട് ആരൊക്കെയോ നിന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി വളരെ ഇൻ്റലിജൻ്റായിട്ടൊക്കെ ആ സമയത്ത് നിന്നതുകൊണ്ടാണ് ഓരോ ജനറേഷനിലും മിടുക്കരായ കുട്ടികളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. ഇനിയും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം പാരൻറ്റിങ്ങിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പൊതുവേ എല്ലാവരിലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യക്ഷമത കുറച്ച് കുറവാണ്. കാരണം നമ്മൾ അത്രയൊന്നും ഫൈറ്റ് ചെയ്ത് വളരുന്നില്ല, വളരെ ഈസി ആയിട്ട് വളർന്നതായതുകൊണ്ടൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകൾ പേരൻറ്റിങ്ങിലുണ്ടാവും. പക്ഷേ പാരൻറ്റിങ് എന്തായാലും എല്ലാം പഠിച്ചിട്ട് നമുക്ക് പേരൻ്റ് ആകാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു കുട്ടിയെ വളർത്തുന്ന പ്രോസസ്സിൽ തന്നെ നമ്മൾ പഠിച്ചും കൂടി പോകണം. എലോങ് സൈഡ് വി ഹാവ് ടു ഡെവലപ്പ് അവർ പാരൻറ്റിങ് സ്കിൽസ്. അത്രയേ ഉള്ളൂ. പിന്നെ ഈ കുട്ടിക്കനുസരിച്ച് നമ്മളുടെ പാരൻറ്റിങ്ങിൽ ഒരുപാട് ഫ്ലെക്സിബിലിറ്റിയും ഓൾട്ടറേഷൻസും ഒക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു ഹാപ്പി ചൈൽഡാണ് ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു നല്ല റിസൾട്ടായിട്ട് വരേണ്ടത്. ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ആക്റ്റീവായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡിനെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റായിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പെർഫെക്ഷനിസം ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആവും, കൂടുതൽ ഫംബിൾ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. അതൊക്കെ റിക്കവർ ചെയ്തും കറക്റ്റ് ചെയ്തും റിഫോം ചെയ്തും ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. പ്രധാനമായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ വളരെ ഫ്രീ ആയിട്ടോ ഒരുപാട് കൺട്രോൾ ചെയ്തോ കുട്ടികളെ വളർത്തുന്നത് അപകടകരമാണ്. അത് യാതൊരു ഗുണവും ചെയ്യത്തില്ല. ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഒരു റൂൾസും ഒരു റെഗുലേഷനും ഇല്ലാതെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അവരിലൊരു കെയോസ് നാളെ ഉണ്ടാവാനും അവർ സ്കൂളിലൊക്കെ ഇൻഡിസിപ്ലിൻഡ് ആവാനും വളർന്നു വരുമ്പോൾ അവർ വളരെ തോന്നിയതുപോലെ ജീവിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ, ഏറ്റവും ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, റൂൾസൊക്കെ സെറ്റ് ചെയ്യുക, നമ്മളുടെ എക്സ്പെക്റ്റേഷൻസും ഒക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കുക. ഒരു റീസണബിളി ഫ്ലെക്സിബിളും അതുപോലെ തന്നെ കൺസിസ്റ്റൻറ്റുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുക. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു സാധനം ഒരിടത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ തന്നെ വെക്കാൻ നമ്മളവരെ എൻകറേജ് ചെയ്യുന്നു, നമ്മളും അതെടുത്ത് അവിടെ വയ്ക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യത്തിനുള്ള ബൗണ്ടറീസ്, ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ചെറിയ കുഞ്ഞുങ്ങൾ ഫോൺ എടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. നമുക്ക് ചില സമയത്ത് കൺവീനിയൻസിന് വേണ്ടി ഫോൺ കൊടുക്കുകയും ചില സമയത്ത് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അമിതമായി ആഹാരത്തിലൊക്കെ ചിട്ടയില്ലാതിരിക്കുക, അല്ലെങ്കിൽ ആഹാരം ടി വിയുടെ മുമ്പിൽ വെച്ച് ചിലപ്പോഴൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ തെറ്റാണ്. നമ്മൾ ടി വിയുടെ മുമ്പിൽ ആഹാരം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അതിനുള്ള ചെറിയ ചെറിയ കൺസിസ്റ്റൻസി പലപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അത് ഒരു ക്ലിയർ ആവുക. പേരൻസിന് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആവുക. പേരൻസ് പ്രത്യേകിച്ച് അപ്പനും അമ്മയും തമ്മിൽ ആ കാര്യത്തിലൊരു നല്ല ധാരണ ഉണ്ടായിരിക്കുക. ഏത് കാര്യത്തിലും ആദ്യം മുതലേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള
റൂൾസും റെഗുലേഷൻസും എക്സ്പെക്റ്റേഷൻസും ബൗണ്ടറീസും ഒക്കെ സെറ്റ് ചെയ്ത് പോകാമെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ചൈൽഡായിട്ട് കുട്ടി വരും. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പ്രായമായിട്ട് ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് നടക്കത്തില്ല. ആദ്യം മുതലേ അതിൻ്റെ ജീവിത രീതിയിൽ ആ ഒരു ബൗണ്ടറി, ആ ഒരു പ്രമിസസും കുട്ടിക്ക് ക്ലിയർ ആണെങ്കിൽ പിന്നെ അവിടെ ഒരു പ്രശ്നത്തിനും കാരണമില്ല. വളരെ പ്രധാനമായ ഒരു കാര്യം, കുട്ടികൾക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണം. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്നേഹം മനസ്സിലാക്കിയെടുക്കാനൊന്നും പറ്റില്ല. എനിക്ക് സ്നേഹമുണ്ടെന്ന് കുട്ടി എന്താണ് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന പേരൻസ് ഉണ്ട്. കുട്ടിക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ വളരെയധികം സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും അവരുടെ കൂടെ കളിച്ചും അവരുടെ കൂടെ നടന്നും കൊഞ്ചിച്ചും ഒക്കെ തന്നെയാണ്. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ നല്ല വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അവരോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ച് കാണിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം വളരെയധികം ഉണ്ട്. രണ്ട് കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഒരു ഇളയ കുട്ടിയോടാണോ സ്നേഹം എന്നൊക്കെ മൂത്ത കുട്ടിക്ക് തോന്നുന്നതിൻ്റെ കാരണം ആ മൂത്ത കുട്ടിയോട് ചിലപ്പോൾ നമ്മളത് പ്രകടിപ്പിക്കാൻ അത് ഇച്ചിരി വളർന്നില്ലേ എന്ന് അല്ല. എത്ര വളർന്നാലും കുട്ടികൾക്ക് എക്സ്പ്രസീവായിട്ടുള്ള ലവ് ആവശ്യമാണ്. കുട്ടികൾ പലപ്പോഴും ഒബ്സർവ് ചെയ്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ പേരൻസ് നല്ല മോഡൽസ് ആയിരിക്കണം. നല്ലൊരു എക്സാമ്പിൾ പേരൻസ് തന്നെ സെറ്റ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. പേരൻസ് പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവർ കൊച്ചു കുട്ടികളാണ്. അങ്ങനെയല്ല. നമ്മുടെ ഒരു കോണ്ടക്റ്റ്, നമ്മുടെ ബിഹേവിങ്, നമ്മുടെ വേർഡ്സ്, നമ്മുടെ ഡീഡ്സ് ഒക്കെ തന്നെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ എക്സ്പോസ് ചെയ്യാതിരിക്കണം. വളരെ മോശപ്പെട്ട സിനിമകളൊക്കെ പേരൻസ് കുട്ടികളെ കൊണ്ട് പോയിരുന്ന് കാണുന്നതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ച് അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അതിൽ അവർക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെ എമ്പതൈസ് ചെയ്യാൻ പേരൻസിന് കഴിയണം. അത് വളരെ ആവശ്യമാണ്. വളരെ പ്രധാനമാണ് കുട്ടികളെ അവരുടെ കൊച്ചു കൊച്ചു വിജയങ്ങളും കൊച്ചു കൊച്ചു നല്ല പ്രവൃത്തികളെയൊക്കെ അക്നോളജ് ചെയ്യുക. പലപ്പോഴും നമ്മൾ കുറ്റം പറയാനും വഴക്ക് പറയാനും വലിയ ആവേശം കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ നല്ല പ്രവൃത്തികൾ, കുഞ്ഞുങ്ങളുടെ നല്ല കോണ്ടക്റ്റ്, നല്ല സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എഫേർട്ടുകൾ, ഇതൊക്കെ പലപ്പോഴും അക്നോളജ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും റിവാർഡ് ചെയ്യാനും ഒക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നത്. ഇഫ് ദേ ഗെറ്റ് അറ്റൻഷൻ, റെക്കഗ്നീഷൻ ഫോർ ഗുഡ് തിങ്സ്, അവർ പലപ്പോഴും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കയ്യടി വാങ്ങിക്കാനായിട്ട് പോവില്ല. അപ്പം നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അത് എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അങ്ങനെയല്ലേ എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയല്ല, അതിനെ അക്നോളജ് ചെയ്യാനും ഒക്കെ വളരെ വലിയ അതുപോലെ തന്നെ അവരെന്തെങ്കിലും നമ്മളോട് പറയുമ്പോൾ വളരെ കീനായിട്ട് ഇൻട്രസ്റ്റോടുകൂടി അവരെ കേൾക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ചിലപ്പോൾ തിരിച്ച് നമ്മളോടൊരു ചോദ്യമൊക്കെ ചോദിക്കും അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പം നമ്മൾ കീനല്ല, അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ല അത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവർ നമ്മളെ പതുക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചില കുട്ടികൾക്ക് പേരൻസിനോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം പേരൻസും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു ബ്രേക്ക് വരുന്നു. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ അവരോട് കാണിക്കുന്ന ഇൻട്രസ്റ്റും അവരുടെ കൊച്ചു കൊച്ചു സ്റ്റോറീസൊക്കെ അവർക്ക് വലുതാണ്. അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അവർക്ക് വലുതാണ്. പേരൻസ് അത് എമ്പതൈസ് ചെയ്ത് അതിൻ്റെ വാല്യൂയോടുകൂടി അത് കേൾക്കുകയും അതിൻ്റെ പ്രകാശമൊക്കെ കണ്ണിൽ വരികയും അതിൻ്റെ ഒരു എന്തൂസിയാസമൊക്കെ നമ്മൾ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേറൊരു വലിയ ഗുണം കൂടെ ഉണ്ട്. അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻസും നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസും ഇതൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ അവരെ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ഈ മിസ്റ്റേക്സ് വരുത്തുന്നതിനോട് ഭയങ്കര ഹാർഷായിട്ട് റിയാക്ട് ചെയ്യുന്നത് വളരെ തെറ്റാണ്. കുഞ്ഞുങ്ങൾക്ക് മിസ്റ്റേക്കൊക്കെ വരുത്തി തന്നെയാണ് അവർ ആ മിസ്റ്റേക്കുകളിലൂടെയാണ് ശരിയിലേക്ക് പോകുന്നത്. മിസ്റ്റേക്കൊക്കെ വരുത്തുമ്പോൾ അവരെന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചു, എന്തെങ്കിലും താഴെ വീണു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ക്രിയേറ്റ് ചെയ്തു, അതിന് ഭയങ്കര ഹാർഷായിട്ട് ഫ്യൂരിയസ് ആയിട്ട് അവരോട് ഇടപെടുന്നതൊക്കെ വളരെ ചീപ്പാണ്. കാരണം അത് പേരൻറ്റിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ കുറവാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഔട്ട് ബേസ്റ്റ് ഉണ്ടാകുന്നതും ദേഷ്യം വരുന്നതും നമ്മൾ ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പുവറായതുകൊണ്ടാണ്. അത് കുട്ടിയെ വഴക്ക് പറയുന്നതിന് കുഴപ്പമില്ല, കുട്ടിയെ ശിക്ഷിക്കുന്ന
ശിക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് കുട്ടിക്ക് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, ആ ചെയ്ത കാര്യത്തിന് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഒരു ചെറിയ കാര്യത്തിനൊക്കെ വലിയ റിയാക്ഷൻ കാണിക്കുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് വെരി ഓഡ്. അത്തരം കുട്ടികൾ മിസ്റ്റേക്കൊക്കെ ചെയ്യാൻ, പിന്നെ ശരി ചെയ്യാൻ പോലും പേടിക്കും. അത്തരം കുട്ടികളിൽ ഫിയറും ആങ്സൈറ്റിയും ഒക്കെ കൂടും. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കാനായിരിക്കും പിന്നെ ശ്രമിക്കുന്നത്. കാരണം മിസ്റ്റേക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് പിന്നെ അവരൊന്നും ചെയ്യാതെ. അങ്ങനെയല്ല, മിസ്റ്റേക്കൊക്കെ വന്നോട്ടെ, അവരെ എൻകറേജ് ചെയ്യുക, അവരെ കൂടുതൽ സ്കിൽഫുള്ളാക്കുക, അവരെ കുറച്ചുകൂടെ മിടുക്കരാക്കി കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ ഈ അവർ കരയുകയും അവർ ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അവർ കരയുന്ന ഉടനെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഓവർ ഇൻഡൾജ് ചെയ്യുക, അവരുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിച്ചു കൊടുക്കുക, 24 മണിക്കൂറും അവരെ ഇങ്ങനെ അവരുടെ ചുറ്റും അങ്ങ് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് നടക്കുക, ഇതെല്ലാം കുട്ടികളെ നിലവാരമില്ലാത്തവരാക്കി മാറ്റും. അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. അവർക്ക് വീഴാനും എഴുന്നേൽക്കാനും തോക്കാനും ജയിക്കാനും കൂട്ടുകൂടാനും കൂട്ടുവെട്ടാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. അവരാ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലൂടെയും പോട്ടെ, കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്, ഇതെല്ലാം എൻജോയ് ചെയ്യാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. ഒരു കുട്ടിയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് ചിലരങ്ങ് 24 മണിക്കൂർ ആ കുട്ടിക്ക് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാത്ത പേരൻസ് ഉണ്ട്. അത് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കണം. കുറേ കാര്യങ്ങളൊക്കെ അവരെ വെറുതെ അങ്ങ് വിടണം. ഇപ്പോൾ ചെളിയിലൊക്കെ കളിക്കുന്നു, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഒരു ഫേസ് കൂടെ അവർക്ക് ഉണ്ടാവണം. പിന്നെ അവർക്ക് ഓടിച്ചാടി കളിക്കാനും വീഴാനും എഴുന്നേൽക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നശിപ്പിക്കരുത്. ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്പൂൺ ഫെഡഡ് ചൈൽഡ് എൻഡ്സ് അപ്പ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പൂൺ. അതൊരു വട്ടത്തിൽ അവസാനിക്കത്തേ ഉള്ളൂ. പൂജ്യമായിരിക്കും അത്തരം കുട്ടികളുടെ അവസ്ഥയെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നല്ല ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം ചിലവഴിക്കുക. എന്താണ് ഈ ക്വാളിറ്റി ടൈം? പല പേരൻസും പറയാറുണ്ട്, ഞാൻ കുട്ടിയോടൊപ്പം ആണ് ഇരിക്കുന്നത്, ഞാൻ ജോലി പോലും കളഞ്ഞ് കുട്ടിയോടൊപ്പം ഇരിക്കുകയാണ്. ഇതിനു മുമ്പൊക്കെയുള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ കാര്യമില്ല. കുട്ടിയെ ഡെവലപ്പ് ചെയ്യുന്ന, കുട്ടിക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന, കുട്ടിയെ എൻകറേജ് ചെയ്യുന്ന, കുട്ടിയെ ഗ്രോ ചെയ്യുന്ന തരത്തിലുള്ള ഒരിടപെടലായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ കുട്ടിയായിട്ടിരുന്നു കുട്ടിയോട് കഥ പറഞ്ഞു കൊടുക്കുന്നു, വായിച്ചു കൊടുക്കുന്നു, പടങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, കളിക്കുന്നു, നല്ല വർത്തമാനങ്ങളൊക്കെ പറയുന്നു, അതുമായിട്ട് യാത്ര ചെയ്യുന്നു, നടക്കാൻ പോകുന്നു, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചില ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അതൊക്കെ അവരെ എൻകറേജ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികളിൽ ഏർപ്പെടുന്നു. അതൊക്കെ അവർ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യത്തില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ചപ്പാത്തി മാവിച്ചിട്ട് കുഴയ്ക്കാൻ അതിനും കൊടുത്തു കഴിഞ്ഞാൽ അതും ഇരുന്ന് അങ്ങനെയൊക്കെ പഠിക്കും. പതുക്കെ അത് സ്കിൽഫുള്ളായിട്ട് വരും. ഇതിലൂടെയാണ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന, കുട്ടികളിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന. ക്വാളിറ്റി ടൈം പേരൻസ് ചിലവഴിക്കുമ്പോൾ ദേ ബിക്കം ബെറ്റർ ഇൻ കമ്മ്യൂണിക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് കൂടും, അവർ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് വളർന്നു വരും, ഒരു സംശയമില്ല. സ്കൂളിലൊക്കെ കുട്ടികൾ ഫുൾ ടൈം ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന മാത്രമുള്ള സ്കൂളുകളല്ല എൻകറേജ് ചെയ്യേണ്ടത്. ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. ജയിക്കുക, ഫസ്റ്റ് വാങ്ങിക്കുക, പ്രൈസ് വാങ്ങിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക ഇരിക്കുന്നതാണ് നല്ലത്. അത്തരം തൃഷ്ണകളൊക്കെ ചെറിയ പ്രായത്തിലേ വളർത്തണ്ട. വിൻ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ, അവരും ജയിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റൊക്കെ ചെയ്യട്ടെ. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോറും അവരുടെ ഹാപ്പിനെസ് കൂടി വരും, അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, അവർ കൂടുതൽ കോൺഫിഡൻ്റ് ആവും, അവർക്ക് കൂടുതൽ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യും, സെൽഫ് റെസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ധാരാളം ട്രാവൽ ചെയ്യുക. ഈ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഈ മാളിലും റെസ്റ്റോറൻറ്റുകളിലും അല്ല കുഞ്ഞുങ്ങളുമായിട്ട് പോകേണ്ടത്. അതൊക്കെ വല്ലപ്പോഴും ആകാം. അവർക്ക് വേണ്ടത് ഒരു ഡൈവേഴ്സിഫൈഡ് എക്സ്പീരിയൻസുകളാണ്. കാട്ടിൽ പോവുക, മലയിൽ പോവുക, പുഴേരിയിൽ പോവുക, കടലിൽ പോവുക, ബന്ധുമിത്രാദികളുടെയൊക്കെ വീടുകളിൽ പോവുക, ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് പോവുക, കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ലോകം. അവരുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്യുക, അവർക്ക് അങ്ങനത്തെ എക്സ്പോഷറുകളൊക്കെ കൊടുക്കുക. കഴിയുന്നത്ര, എല്ലാവർക്കും എല്ലാം ഒന്നും പറ്റണമെന്നില്ല, പക്ഷെ കഴിയുന്നത്ര നമ്മൾ അവരുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷമുള്ളതാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് വലിയൊരു പരിശ്രമം ആവശ്യമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ, അവരുടെ ലോകം വലുതാവുമ്പോൾ, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ ഹാപ്പിനെസ് കൂട്ടാനുള്ളൊരു മാർഗ്ഗം. അതുപോലെ കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് കമ്പയർ ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങളെല്ലാം വളരെ യുണീക്കാണ്. ഒരു കുട്ടിയും വേറൊരു കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 കുട്ടികൾ 2 രീതിയിലുള്ള കുട്ടികളാണ്. മൂത്ത കുട്ടിയെ പോലെ ആയിരിക്കത്തില്ല രണ്ടാമത്തെ കുട്ടി. കസിൻസ് തമ്മിൽ
ഒരുപോലെ ആയിരിക്കത്തില്ല. സഹോദരങ്ങളുടെ കുട്ടികൾ ഒക്കെ വ്യത്യാസമായിരിക്കും, അയൽപക്കത്തെ കുട്ടി വ്യത്യാസമായിരിക്കും. കാരണം അവരുടെ ജെനറ്റിക്സ് വേറെയാണ്, ഓരോരുത്തർക്കും കിട്ടിയ എൻവയോൺമെൻറ്റ് വേറെയാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ ഓരോ കുട്ടികൾക്കും ഡിഫറൻ്റാണ്, ഓരോ കുട്ടികളുടെയും കപ്പാസിറ്റി ഡിഫറൻ്റാണ്. ഇതൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ വളരെ യുണീക്കാണ്. അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കമ്പാരിസൺ ഒരു പാപമാണ്, ഒരിക്കലും ചെയ്തുകൂടാ. ഓരോ കുഞ്ഞിനെയും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. മറ്റ് കുട്ടികളുമായിട്ടൊന്നും അവരെ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു കുട്ടിയുടെ ശാരീരിക ക്ഷമതയല്ല വേറൊരു കുട്ടിയുടെ ശാരീരിക ക്ഷമത, ഒരു കുട്ടിയുടെ ഇൻ്റലിജൻസ് അല്ല വേറൊരു കുട്ടിയുടെ ഇൻ്റലിജൻസ്, ഒരു കുട്ടിയുടെ ടാലൻ്റ് അല്ല വേറൊരു കുട്ടിയുടെ ടാലൻറ്റ്. ഇതൊക്കെ വ്യത്യാസമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പഠിക്കാനുള്ള കഴിവ് മാത്രമല്ല, സ്പോർട്സും ഒരു ഇൻ്റലിജൻസാണ്, ആർട്സും ഒരു ഇൻ്റലിജൻസാണ്, സോഷ്യൽ സ്കില്ലും ഒരു ഇൻ്റലിജൻസാണ്, ലീഡർഷിപ്പും ഒരു ഇൻ്റലിജൻസാണ്, എല്ലാം ഇൻ്റലിജൻസാണ്. അതുപോലെ കുഞ്ഞുങ്ങളിൽ ഫേവറിറ്റിസം കാണിക്കാതിരിക്കുക. ഒരു വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേവറിറ്റിസം കാണിക്കുന്നില്ല എന്ന് പേരൻസ് പറയുമ്പോഴും അങ്ങനെ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കും. ആ ഫീലിംഗ് ഇല്ലാതാക്കാൻ നമ്മൾ വളരെ എക്സ്പ്രസീവായിട്ട് അവരോട് ഇടപെടുകയും മറ്റും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ആഹാരം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചെറിയ പ്രായത്തിൽ ഒരു 6-7 വയസ്സിലാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന അത്രയും പ്രായം വരെ ഉള്ളൂ. അപ്പോൾ ഒരു 6-7 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരമൊക്കെ വളരെ ന്യൂട്രിറ്റീവ് ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. മാത്രമല്ല കുഞ്ഞുങ്ങളിൽ നല്ല ആഹാരശീലം ഒരു സംസ്കാരവും കൂടിയാണ്. നല്ല ആഹാരശീലമൊക്കെ വളർത്തണേ ചെറിയ പ്രായം മുതലേ അവരുടെ നാവിൽ നമ്മൾ രുചിഭേദങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. നല്ല നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക, നല്ല ഭക്ഷണം ശീലിപ്പിക്കുക. ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഹൈജീൻ അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്, അതൊരു സംസ്കാരമാണ്. നല്ല ഉറക്കം കുട്ടികൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് കളികൾ കുട്ടികൾക്ക് ആവശ്യമാണ്. ഇതൊക്കെ അവർക്ക് എൻഷുർ ചെയ്യാൻ പേരൻസിന് കഴിയട്ടെ. പേരൻസിൻ്റെ പരിമിതികളൊക്കെ ഒത്തിരിയുണ്ട്, പക്ഷേ ആ പരിമിതികളൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി കുഞ്ഞുങ്ങൾക്ക് സാധ്യതകളെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞൊരു ടീനേജിലേക്കൊക്കെ വരുമ്പോൾ ഒരു കംഫർട്ടബിൾ ടീനേജറായിരിക്കും. അഡൽട്ട്ഹുഡിലേക്കൊക്കെ വരുമ്പോൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു അഡൽട്ട് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ബാല്യം, അതിൻ്റെ സന്തോഷം, അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ധാരാളം ആൾക്കാർ എന്നോട് വീഡിയോസിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഏർലി ചൈൽഡ്ഹുഡിനെ കുറിച്ച്, പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയണം. കുറേയൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിതൊക്കെ പറഞ്ഞത്. ഇത്തരത്തിലൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ വളരെ ഹാപ്പിയാക്കി എടുക്കാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും കുറവോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതൊക്കെ പർവ്വതീകരിച്ച് ആ കുഞ്ഞിനെ കൂടുതൽ വൾണറബിൾ ആക്കരുത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും. ചില കുറവുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും, ചില കുറവുകൾ അത്ര ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല. ചിലത് ചെറിയ പ്രായത്തിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ചിലത് വലുതാകുമ്പോഴേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഈ കുറവൊക്കെ കൂടി ചേർന്നതാണ് മനുഷ്യൻ, പെർഫെക്റ്റായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യാതെ അവരുടെ കഴിവ് എവിടെയാണ്, ടാലൻസ് എവിടെയാണ്, അവരുടെ സ്ട്രെങ്ത് എവിടെയാണ്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും അതിലൂടെ ആ കുഞ്ഞ് കൂടുതൽ പോസിറ്റീവ് ആകാനും ഒക്കെ നമ്മൾ എൻകറേജ് ചെയ്യുക. എല്ലാ കുഞ്ഞുങ്ങളും ഈ ലോകത്ത് എന്തെങ്കിലും ഒരു പർപ്പസ് സെർവ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലത് പെട്ടെന്ന് തന്നെ പൂക്കും, ചിലത് ഇച്ചിരി ലേറ്റാവും, ചിലത് കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് പോലെ പേഷ്യൻസ് ഈസ് ദ പാരൻറ്റിങ് സൂപ്പർ പവർ. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കുഞ്ഞുങ്ങൾ ബ്ലൂം ചെയ്ത് വരാനായിട്ട് നമ്മൾ പേഷ്യൻസോടെ കാത്തിരിക്കുക, അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുക. നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിലും കോണ്ടാക്ട്സുകളിലും ഒക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ ഈ ഒരു പ്രവർത്തനം കുറേ കൂടി സന്തോഷകരമായിരിക്കും. എനിക്ക് ഒരുപാട് പേര് താങ്ക്സ് ഒക്കെ പറയാറുണ്ട് ഈ വീഡിയോസ് കണ്ടിട്ട്. എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോസൊക്കെ ഇത്രയും ആൾക്കാരൊന്നും കണ്ടാൽ പോരാ, ഇതിലും കൂടുതൽ ആൾക്കാർ ആവശ്യക്കാരുണ്ട്. അവരുടെയൊക്കെ അടുത്തേക്ക് ഇത് എത്തട്ടെ. ഇതിലൊക്കെ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഈ കാര്യത്തിലൊക്കെ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു സോ മച്ച്.